ഒന്ന്, കഴിഞ്ഞ ഒരാഴ്ച കാലത്തോളമായി കേരളത്തിന്റെ പൊതുസമൂഹമാകെ ചർച്ച ചെയ്ത് മുന്നോട്ട് പോകുന്ന PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, വസ്തുതകൾ ഞങ്ങളുടെ മുൻപാകെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഇന്ന് പെട്ടെന്നൊരു പത്രസമ്മേളനം വിളിച്ചത്. പ്രൈം മിനിസ്റ്റർ സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ എന്നുള്ള പേരിൽ PM ശ്രീ പദ്ധതി 2022 അവതരിപ്പിക്കാനുള്ള കാര്യം തന്നെ നമുക്കറിയാം. ഇന്ത്യയുടെ എക്കാലത്തെയും ഇന്ത്യയുടെ വിദ്യാഭ്യാസ രംഗം ഈ രാജ്യത്തിന്റെ ജനാധിപത്യ, മതനിരപേക്ഷ, ബഹുസ്വര, സോഷ്യലിസ്റ്റ് മൂല്യങ്ങളെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്ന വിദ്യാഭ്യാസ രംഗമായിരുന്നു ഇന്ത്യക്ക്. അങ്ങനെയുണ്ടായിരുന്ന ഇന്ത്യയുടെ വിദ്യാഭ്യാസ മേഖലയെ കേവലം കച്ചവട താല്പര്യം, സംഘപരിവാറിന്റെ രാഷ്ട്രീയ അജണ്ട, അത്തരം നടപടികളുടെ ഭാഗമായി 2020 ഉണ്ടായിരുന്ന ദേശീയ വിദ്യാഭ്യാസ നയത്തെ അട്ടിമറിച്ചു. സാധാരണ ഇന്ത്യയുടെ വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് കോത്താരി കമ്മിറ്റി റിപ്പോർട്ടാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മിറ്റി തൊട്ട് പിന്നീട് 2029 വിദ്യാഭ്യാസ നയം വരെ ഈ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ എല്ലാ രാജ്യത്തിന്റെ സത്തയും ഉൾപ്പെടുത്തിയായിരുന്നു വിദ്യാഭ്യാസ നയമെങ്കിൽ 2020 NEP എല്ലാ സത്തകളെയും തിരസ്കരിച്ചുകൊണ്ടുള്ള NEP ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ NEP അവതരിപ്പിച്ച ആദ്യഘട്ടത്തിൽ തന്നെ അന്നത്തെ പ്രതിപക്ഷ പാർട്ടികൾ സംസ്ഥാനങ്ങൾ ഭരിച്ചിരുന്ന പശ്ചിമ ബംഗാളിൽ, തമിഴ്നാട്ടിൽ, അതേപോലെ കേരളത്തിൽ, ഡൽഹിയിൽ ഉൾപ്പെടെ, പഞ്ചാബിൽ ഉൾപ്പെടെ ദേശീയ വിദ്യാഭ്യാസ നയം അംഗീകരിക്കില്ല എന്ന് 2020 പറയുന്ന സാഹചര്യമുണ്ടായി. പക്ഷെ പിന്നീട് അധികാരമാറ്റം വന്നിട്ടുള്ള ഇടങ്ങളിൽ അത് കോൺഗ്രസിന്റെ അപ്പുറത്തേക്ക്, ഇപ്പം ഡൽഹിയിൽ വീണ്ടും BJP അധികാരത്തിൽ വന്ന അവർ അത്തരം നടപടികളുമായി മുമ്പോട്ട് പോകുന്നു. കർണാടകയിൽ BJP ആണ് NEPയുടെ പൈലറ്റ് പ്രൊജക്റ്റായി ഈ PM ശ്രീ എന്ന് പറയുന്ന പദ്ധതി NEP ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് സ്റ്റേറ്റുകൾ പറഞ്ഞപ്പോ അതിന്റെ ഒരു പൈലറ്റ് പ്രൊജക്റ്റായി, ഒരുപക്ഷെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോജക്റ്റ് ആയിട്ടാണ് PM ശ്രീ പദ്ധതി അവതരിപ്പിക്കപ്പെട്ടത്. ആ PM ശ്രീ പദ്ധതി 2022 അവതരിപ്പിക്കപ്പെടുമ്പോൾ ഈ രാജ്യത്ത് BJP അധികാരത്തിലുണ്ടായിരുന്ന സംസ്ഥാനങ്ങൾ അതിനെ ഉൾക്കൊണ്ടു. പക്ഷെ എന്നാലും പലയിടങ്ങളിലും ചെറുത്തുനിൽപ്പ് തുടരുകയും ചെയ്തു. പ്രത്യേകിച്ച് നമ്മളെ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ എടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം, കേരള രൂപീകരണത്തിനിപ്പുറത്ത് EMSന്റെ ഭരണകാലം മുതൽ EMSഉം C അച്യുതമേനോനും അതിനപ്പുറത്തേക്ക് R ശങ്കറും ഉൾപ്പെടെയുള്ള നേതാക്കൾ നമുക്ക് നേതൃത്വം കൊടുത്തു. നായനാരും ബഹുമാനപ്പെട്ട K കരുണാകരനും AK ആന്റണിയും ഉമ്മൻചാണ്ടിയും ഉൾപ്പെടെയുള്ള ഭരണകൂടങ്ങളെല്ലാം വിദ്യാഭ്യാസ മേഖലയ്ക്ക് കൊടുത്ത വലിയ പ്രാധാന്യം പിന്നീട് ഇങ്ങോട്ട് വന്ന പിണറായി വിജയന്റെ ഭരണകൂടം ഉൾപ്പെടെ കേരള സ്വാതന്ത്ര്യത്തിന്റെ, കേരള രൂപീകരണത്തിനിപ്പുറത്ത് നമ്മൾ ആർജിച്ച വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ ആർജിച്ച എല്ലാ നന്മകളെയും സംഘപരിവാറിന്റെ കീഴിൽ അടിയറ വെക്കുന്ന സമീപനമാണ് ഒക്ടോബർ മാസം 16 ഉണ്ടായിരിക്കുന്ന PM ശ്രീയിൽ ഒപ്പുവെച്ചത് എന്ന് യാതൊരു തർക്കവുമില്ലാതെ നമുക്ക് പറയേണ്ടി വരും. നേരത്തെ സൂചിപ്പിച്ചു, ഒരുപാട് ഭവിഷ്യത്തുകൾ കേന്ദ്രത്തിന്റെ എന്താ പറയുക NEPയിൽ ഉണ്ടായ ഒരു കേന്ദ്രീകരണമാണ്. നമുക്കറിയാം, ലോകത്തിന്റെ തന്നെ വിദ്യാഭ്യാസത്തിന്റെ മോഡലുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ വികേന്ദ്രീകരണ വിദ്യാഭ്യാസ സംവിധാനങ്ങളാണ് നമ്മൾക്ക് മാതൃകയെങ്കിൽ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ആ വികേന്ദ്രീകൃത വിദ്യാഭ്യാസത്തെയാകെ കേന്ദ്രീകരിക്കാനും നേരത്തെ സൂചിപ്പിച്ച പോലെ കച്ചവടവൽക്കരിക്കാനും അതോടൊപ്പം കാവ്യവൽക്കരിക്കാനും വേണ്ടി മാത്രം നടപ്പിലാക്കിയ പദ്ധതിയാണ് 2020 NEP. ഈ 2020 NEP നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇതൊരു ഫ്ലാഗ്ഷിപ്പ് പ്രൊജക്ടാണ് എന്ന് പറഞ്ഞത് നമ്മളാരുമല്ല, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയാണ് 2022 പറഞ്ഞത്. ഇപ്പൊ NEP തിരസ്കരിക്കുന്ന പല സ്റ്റേറ്റുകൾ, പക്ഷേ PM ശ്രീയിലൂടെ ഞങ്ങൾ അതിനെ മറികടക്കുമെന്ന് പറഞ്ഞതും ഈ കേന്ദ്ര ഭരണകൂടവും ഇതുമായി ബന്ധപ്പെട്ട ആളുകളുമാണ്. അപ്പൊ എന്തായാലും അന്ന് 2020 ഇത് ധർമ്മേന്ദ്ര പ്രധാൻ ഇത് ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം ആണെന്ന് പറഞ്ഞ് പല സ്റ്റേറ്റുകളും അത് അംഗീകരിച്ചു. പക്ഷേ നമ്മൾ വലിയ പ്രതിരോധം തീർത്തുപോയി. ആ പ്രതിരോധം തീർത്തിടത്താണ് ഇന്ന് കേരളം PM ശ്രീയിൽ ഒപ്പിട്ടത് എന്ന് പറയുമ്പോൾ സംഘപരിവാറിന്റെ താല്പര്യങ്ങൾക്ക് മുൻപിൽ PM ശ്രീയിലൂടെ ചുവന്ന പരവതാനി വിരിച്ചു കൊടുക്കുന്നവരായി കേരളത്തിന്റെ ഭരണകൂടം മാറി എന്നതാണ് വസ്തുത. നമ്മൾ അതിന്റെ MOU, ഇപ്പം നിങ്ങളൊക്കെ MOU വായിച്ചിട്ടുണ്ടാകും. MOU 16-ാം തീയതി ഒപ്പുവെച്ച MOU ഒരുപാട് ഇതിലെല്ലാം എല്ലാ അജണ്ടകളും കേരളത്തിന്റെ നേരത്തെ സൂചിപ്പിച്ച വിദ്യാഭ്യാസത്തിന് എല്ലാ രീതിയിലും വലിയ രീതിയിൽ കോട്ടം തട്ടുന്നതാണ്. ആ MOUയുടെ ഏറ്റവും ഒടുവിൽ സ്കോപ്പ് ഓഫ് MOU ഉണ്ട്. നിങ്ങൾ അത് വായിച്ചാൽ കൃത്യമായിട്ട് അറിയാം. സ്റ്റേറ്റ് വിൽ ഇംപ്ലിമെന്റ് ഓൾ ദ പ്രൊവിഷൻസ് ഓഫ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 in entirely with the entire state as the main objective of this scheme
ഈസ് ടു ഷോക്കേസ് ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് NEP 2020 ത്രൂ ദ PM ശ്രീ സ്കൂൾ. അതായത് PM ശ്രീ സ്കൂളുകളെ NEP-യുടെ മോഡലുകളായി കാണിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ PM ശ്രീ ആണ് NEP-യുടെ തുടക്കമെന്ന് ആധികാരികമായി ഈ MOU കാണിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ പോലെ PM ശ്രീ അങ്ങനെ നിഷ്കളങ്കമായിട്ടുള്ള ഒരു പദ്ധതിയല്ല. PM ശ്രീ രാജ്യത്തെ സംഘപരിവാറിന്റെ കാൽക്കീഴിലേക്ക് വിദ്യാഭ്യാസത്തെ കൊണ്ടുപോകുന്ന പദ്ധതിയാണ്. അതിന്റെ ഒരു അപകടം കൂടിയുള്ളത്, എല്ലാം അപകടമാണെങ്കിൽ നിങ്ങൾ അതിന്റെ 2-ാം പേജിലുണ്ട്, കൊളാബറേഷൻ വിത്ത് NGOs, CSOs or corporates for supporting capacity building, infrastructure and teaching, learning process as part of their corporate social responsibility. നിങ്ങൾ നോക്ക്, കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് ഇനി NGOസിന് വരാം. RSS ഒരു NGO ആണ്, വിദ്യാഭാരതി ഒരു NGO ആണ്, SSUK ഒരു NGO ആണ്. അങ്ങനെ തുടങ്ങി RSSന് ഉൾപ്പെടെ ഒരുപാട് NGOs ഉണ്ട് ഈ രാജ്യത്ത്. അവർക്കൊക്കെ ഇനി കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിലും ഇടപെടാമെന്ന് പച്ചയ്ക്ക് എഴുതി വെച്ചിരിക്കുകയാണ് ഒരു MOU. ഇങ്ങനെ ഒരു MOU സംഘപരിവാറിന്റെ നടപടികൾക്ക് ഇരുകൈകളും നീട്ടി സ്വീകരിച്ചുകൊണ്ട് ഒരു നടപടിയുമായി മുന്നോട്ട് പോകുമ്പോൾ ആർക്കാണ് ഇതിനെ എതിർക്കാതിരിക്കാൻ സാധിക്കുക? പ്രിയപ്പെട്ടവരെ, ഇത് ഈ നാട് തിരിച്ചറിഞ്ഞ ഒരുപക്ഷെ CPIയുടെ നിലവിലുള്ള CPIയുടെ ഇടപെടലുകളെയൊക്കെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ആ ഇടപെടൽ യാഥാർത്ഥ്യത്തിലേക്ക് പോയെങ്കിൽ മാത്രം NEP പിൻവലിക്കാൻ ഇവർ തയ്യാറാകുന്ന പക്ഷമേ നമ്മൾ ഈ പോരാട്ടത്തിൽ നിന്ന് പിന്നോട്ടുള്ളൂ. ഞങ്ങൾ പറയുന്നു, ഗുരുതരമായ കേരളത്തിലെ വിദ്യാഭ്യാസത്തിന് ഗുരുതരമായ മൂല്യച്യുതി സംഭവിക്കാൻ പോകുന്ന അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് PM ശ്രീയിലെ ഒപ്പിടലിലൂടെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇനിയിപ്പോ NEP പല ന്യായീകരണങ്ങളും കേട്ടു. NEP നടപ്പിലാക്കിയിട്ടില്ലെങ്കിൽ ഫണ്ട് കിട്ടില്ല, ഫണ്ട് കിട്ടാൻ വേണ്ടിയാണ് നടപ്പിലാക്കുന്നത്. ഇത്തരം ബാലിഷ്യമായ വാദങ്ങളാണ്. തൊട്ടപ്പുറത്ത് തമിഴ്നാട് നമ്മുടെ മുൻപിലുണ്ട്. ഇനി NEP അംഗീകരിക്കാനോ അംഗീകരിക്കാതിരിക്കാനോ ഒരാളെയും നിർബന്ധിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയാണ്. NEP കൺകറന്റ് ലിസ്റ്റിലുള്ള, അതായത് സ്റ്റേറ്റിനും സെൻട്രലിനും സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും തുല്യമായി ഇടപെടാൻ കഴിയുന്ന, തുല്യമായി പങ്കാളിത്തമുള്ള മേഖലകളിൽ ഈ രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനം ഉറപ്പു നൽകുന്ന കൺകറന്റ് ലിസ്റ്റിലുള്ളതാണ് നമ്മുടെ വിദ്യാഭ്യാസം. ആ വിദ്യാഭ്യാസത്തിലേക്കുള്ള ഒരു കടന്നുകയറ്റം കൂടിയാണ്. ആ കടന്നുകയറ്റത്തെ ഒരു കാരണവശാൽ NEP എന്തായാലും അംഗീകരിക്കണമെന്നോ ഒഴിവാക്കണമെന്നോ ആർക്കും നിർബന്ധിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയാണ്. ഫണ്ടുമായി ബന്ധപ്പെട്ട വിഷയം വന്നാൽ കേരളത്തിലെ തൊട്ടപ്പുറത്തുള്ള സംസ്ഥാനമായ തമിഴ്നാട് സുപ്രീം കോടതിയിൽ പോകുമ്പോൾ ഇതിന്റെ പേരിൽ NEP-യിൽ ഒപ്പുവെക്കാത്തതിന്റെ പേരിൽ ഫണ്ടുകൾ തടഞ്ഞു വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയാണ്. കോടതിയുടെ അത്തരം നിലപാടുകൾ ഒരുപാട് നിൽക്കുമ്പോൾ പിന്നെ എന്തിനാണ് ഈ പറഞ്ഞ രീതിയിൽ പെട്ടെന്ന് പോയി ആരും അറിയാതെ 10-ാം തീയതി മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ കാണുന്നു, 16-ാം തീയതി 2 തവണ ക്യാബിനറ്റ് തള്ളിക്കളഞ്ഞ, ആലോചിക്കേണ്ടത് ക്യാബിനറ്റിൽ ചർച്ചയ്ക്ക് ഇത് വിധേയമാകുമ്പോ 2 തവണ ക്യാബിനറ്റ് തള്ളിക്കളഞ്ഞ PM ശ്രീ പദ്ധതിയിൽ ഒളിച്ചും പാത്തും പോയി ഒപ്പിട്ടത് ആർക്ക് വേണ്ടിയാണ്? 16-ാം തീയതി. 22-ാം തീയതി വീണ്ടും ക്യാബിനറ്റിൽ ചോദ്യം ചോദിക്കുമ്പോൾ മറുപടി ഇല്ല. കാരണം 16-ാം തീയതി ഒപ്പിട്ട് പോയിട്ടുണ്ട്. നോക്ക് നിങ്ങൾ, ഇതൊരു ഭീകരമായിട്ടുള്ള അവസ്ഥയാണ്. ഇത് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ ഉൾപ്പെടെ സംഘപരിവാറിന്റെ കാൽക്കീഴിലേക്ക് കൊണ്ടുചെന്ന് കെട്ടാൻ ആർക്കാണ് വ്യഗ്രത? ചിലർ പറയുന്നത് കേട്ടു, CPM-ന്റെ ഒക്കെ ന്യായീകരണങ്ങൾ, ഇപ്പോൾ ഒരു സാധനം തീരുമാനിച്ചാൽ ഏതറ്റം പോയി ന്യായീകരിക്കല്ലോ. ചിലർ പറയുകയാണത് കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. എന്റെ അറിവിൽ ഈ PM ശ്രീ പദ്ധതിയിലൂടെ രക്ഷപ്പെടാൻ പോകുന്ന 2 കുട്ടികൾ, ഒന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ 2 മക്കളാണ്, ഒന്ന് അവർക്കെതിരെയുള്ള അന്വേഷണമാണ്. 2023 ED നോട്ടീസ് കൊടുത്ത് 2025 വരെ നമ്മളാരും അത് അറിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു മുഖ്യധാര മാധ്യമം അത് റിപ്പോർട്ട് ചെയ്തതിനു ശേഷമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പോലും അതിനെതിരെ പ്രതികരിക്കുന്നത് എങ്കിൽ എന്തൊക്കെയോ അജണ്ടകളുണ്ട്, എന്തൊക്കെയോ ഇടപാടുകൾ ഉള്ളിലൂടെ നടക്കുന്നുണ്ട്. ആ നടക്കുന്നതിന്റെ കൂടി ഭാഗമായിട്ടാണോ PM ശ്രീ പദ്ധതിയിൽ മുന്നണിയിലെ CPI പോലും അറിയാതെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഒപ്പിട്ടത് എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കട്ടെ. ആ 2 മക്കൾക്കാണ്, ആ 2 കുട്ടികൾക്കാണ് ഇതുകൊണ്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടാകാം. വേറെ കുറച്ച് കുട്ടികൾ കൂടിയുണ്ട്. നമുക്കറിയാം, BRC-യിലൊക്കെ പ്രവർത്തിക്കുന്ന PSC മുഖാന്തരമല്ലാതെ ടെമ്പററി ജീവനക്കാരെ വരുന്ന ഏതാണ്ട് 1000-ൽ പരം ജീവനക്കാർ കേരളത്തിലെ BRC-കളുണ്ട്. 10-25 ശമ്പളം വാങ്ങുമ്പോൾ അവർക്ക് കൊടുക്കാനും ശമ്പളം കിട്ടണമെങ്കിൽ വരണമല്ലോ. ആ കുട്ടികളും പിണറായി വിജയന്റെ 2 മക്കളുമല്ലാതെ മറ്റാർക്കാണ് ഈ PM ശ്രീ കൊണ്ട് ഗുണമെന്ന് ഇവർ പറയണം? ഇവർ പറയാം വെറും ഒരു ബോർഡ് വെക്കണം, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകണം. ഒരു ബോർഡും അല്ല വെക്കേണ്ടത്. PM ശ്രീ എന്ന് പറയുന്ന പദ്ധതി, ഞാൻ പറയുന്ന ഒരു ബോർഡ് വെക്കൽ, ഒരു ഫണ്ടോ അല്ല വിഷയം. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ നടപ്പിലാക്കലാണ്. വലിയ പ്രതിരോധം തീർക്കേണ്ട നമ്മളുടെ കേരളത്തെ
ആ സംഘപരിവാറിന്റെ കാഴ്ചവട്ടിലേക്ക് കൊണ്ടുവെക്കുകയാണ്. ആ അജണ്ടകളെ നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ്. ഇത് ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കില്ല. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള വലിയ പ്രക്ഷോഭങ്ങൾ നടക്കുന്നു. ഇന്ന് KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും MSFന്റെയും ഒക്കെ ഭാഗമായി ഇന്ന് വിദ്യാഭ്യാസ ഇതുമായി ബന്ധപ്പെട്ട് സമരങ്ങൾ നടക്കുന്നു. നവംബർ 1-ാം തീയതി PM ശ്രീ വിഷയവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ ലോങ് മാർച്ച് നടക്കുന്നു. വലിയ ക്യാമ്പയിന് കേരളത്തിൽ യൂത്ത് കോൺഗ്രസും KSUവും MSFും UDSF ഒക്കെ നേതൃത്വം കൊടുക്കുന്നു. യൂത്ത് ലീഗ് നേതൃത്വം കൊടുക്കുന്നു. നമ്മൾക്ക് ഈ രാജ്യത്തെ ഈ നാടിന്റെ ജനാധിപത്യത്തെയും നമ്മളുടെ വിദ്യാഭ്യാസത്തെയും സംരക്ഷിക്കണം. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകണം. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ്, MOUവിൽ പറയുന്ന കാര്യങ്ങൾ പോലും മറച്ചു വെച്ചുകൊണ്ടാണ് ഇത്. ഞാൻ ഇവിടുത്തെ ഇടതുപക്ഷ വിപ്ലവ സംഘടനകളുടെയൊക്കെ അവസ്ഥയെ ഓർത്ത് കാരണം നമ്മളൊക്കെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരായി കടന്നു വന്ന ആളുകളാണ്. ഇത്ര ഭീകരമായി വിദ്യാഭ്യാസത്തെ സംഘപരിവാറിന്റെ കാൽക്കീഴിലേക്ക് വെക്കുമ്പോഴും അത് അറിഞ്ഞ മട്ടില്ല എന്ന് മാത്രമല്ല, അത് ഉളുപ്പില്ലാതെ ന്യായീകരിക്കേണ്ടി വരുന്ന DYFI SFI സംഘടനകളൊക്കെ ഒരു പുനഃപരിശോധന നടത്തട്ടെ എന്ന് മാത്രമാണ് അവരോട് പറയാനുള്ളത്. കാരണം ഇത് അത്രമേൽ ഗൗരവമുള്ള വിഷയമാണ്. പച്ചയായി എഴുതി വെച്ചിരിക്കുകയാണ്. ഞങ്ങള് NEPയുടെ മാതൃകയായി ഇത് വരുന്നു. ഇപ്പോ ഒരു ബ്ലോക്കിൽ ഒരു ഹയർ സെക്കൻഡറി സ്കൂളും ഒരു പ്രൈമറി സ്കൂളും എടുക്കുമ്പോ ഇതിൽ തന്നെ MOUവിൽ കൃത്യമായിട്ട് പറയാ അതൊരു ലീഡ് സ്കൂളാണ്, തെരഞ്ഞെടുക്കപ്പെടുന്നത് ലീഡ് സ്കൂളാണ്. ആ ലീഡ് സ്കൂളുകളിലൂടെ മറ്റ് സ്കൂളുകളെ നിയന്ത്രിക്കാൻ സാധിക്കും. ലീഡ് സ്കൂളിലൂടെ മറ്റ് സ്കൂളുകളെ നിയന്ത്രിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ ഇനി ഇതിൽ മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഇനി കരിക്കുലത്തിലേക്ക് വരാം. 2022-ലാണല്ലോ PM ശ്രീ വന്നത്. നിങ്ങളൊക്കെ വെബ്സൈറ്റിൽ കയറി FAQ പരിശോധിച്ചാൽ, ഫ്രീക്വന്റ്ലി ആസ്കിംഗ് ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ, ഇതിന്റെ പില്ലേഴ്സ് PM ശ്രീക്ക് 6 പില്ലറുകളുണ്ട്. 6 ഒരു വീടിനെ താങ്ങി നിർത്തുന്ന ചുമരിനൊരു 4 ചുമരുള്ള പോലെ PM ശ്രീയുടെ 6 ചുവരുകളിലൊന്ന് അധ്യാപനമാണ്, കരിക്കുലമാണ്, സിലബസാണ്. ഇവര് പറയാണ് ഇതിൽ ഇടപെടാൻ പറ്റൂല. ഇടപെടും. മോണിറ്ററിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞത് കളക്ടറാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ നിർദ്ദേശത്തിനപ്പുറത്ത് പ്രവർത്തിക്കുന്ന കളക്ടർമാരെ നമ്മൾ കണ്ടിട്ടുണ്ടോ? കളക്ടർ മോണിറ്റർ ചെയ്യുന്ന ഒരു കമ്മിറ്റിയാണ്. ആ മോണിറ്റർ ചെയ്യുന്ന കമ്മിറ്റിയിൽ ഇതിന്റെ സിലബസ് ഈ സ്കൂളുകളിൽ എന്ത് പഠിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നത് ആ കമ്മിറ്റിയാണ്. അതിൽ പിന്നീട് ഒരു ഇടപെടലും മറ്റൊരാൾക്കുമില്ല. അല്ല, കളക്ടറാണ് അത് മോണിറ്റർ ചെയ്യുന്നത്. അതിന്റെ ചെയർ ചെയ്യുന്നതും നിർദ്ദേശിക്കുന്നതും 2. നമുക്കറിയാം, നിലവിൽ നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളുകൾ നോക്ക്, ജില്ലാ പഞ്ചായത്തുകളുടെ കീഴിലാണ്. ജില്ലാ പഞ്ചായത്തുകളുടെ കീഴിൽ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അവിടെ ഇടപെടാൻ സാധിക്കുന്ന സാഹചര്യമുണ്ട്. ഇനി അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ കേന്ദ്രീയ വിദ്യാലയത്തിൽ നടക്കുന്നത് എന്താണെന്ന് നമ്മൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ചേർന്നാരാ? നമ്മളുടെ കോഴിക്കോടുള്ള കേന്ദ്രീയ വിദ്യാലയം ഇപ്പൊ PM ശ്രീ പദ്ധതിയുടെ ഭാഗമാണ്. അവിടെ എന്ത് നടക്കുന്നെന്ന് പറയാൻ പറ്റില്ല. ഇനി അവിടെയുള്ള ഫെസ്റ്റിവൽ, ഇപ്പൊ നമുക്കറിയാം, ഓണത്തിന് പെരുന്നാളിനൊക്കെ നമുക്ക് ലീവാണ് നമ്മളുടെ സാധാരണ സ്കൂളുകളിൽ. ഞാൻ ഇതിൽ കുറെ പറയുമ്പോൾ ഒരുപാട് ഞാൻ ചുരുക്കുകയാണ്. പക്ഷേ PM ശ്രീ നടപ്പിലായി കഴിഞ്ഞാൽ നമ്മളുടെ ഫെസ്റ്റിവലുകൾ, സ്കൂളുകളിലെ ആഘോഷങ്ങൾ, മറ്റ് നടപടികൾ, സിലബസ് ഉൾപ്പെടെ എല്ലാം തീരുമാനിക്കുന്ന മോണിറ്ററിംഗ് കമ്മിറ്റിയാണ്. ആ മോണിറ്ററിംഗ് കമ്മിറ്റിയിൽ ആരൊക്കെയാണെന്ന് വ്യക്തത വന്നിട്ടില്ല. കളക്ടറാണ് ചെയർ ചെയ്യുന്നത്. അതിൽ കളക്ടർ നിർദ്ദേശിക്കുന്ന ആളുകളാണ്. സർക്കാരിന് അവിടെ ഒരു ഇടപെടലും ഉണ്ടാകില്ല എന്നാണ് എന്റെ ബോധ്യം. ഒരുപക്ഷെ അത് തിരുത്താൻ കഴിയുന്ന മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല. പിന്നെ ഈ MOUവിൽ അതിൽ ഇതിന്റെ ഫണ്ടിങ്ങിനെ കുറിച്ചും പറയുന്നുണ്ടല്ലോ, ഫണ്ടുകൾ ഇത്ര പണം വെച്ചാണ്. ആ ഫണ്ടിങ്ങിനെ കുറിച്ചും നിലവിൽ MOUവിൽ പറയുന്നില്ല. MOUവിൽ ആകെ ഉള്ളത് ഇത് NEPയുടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന്റെ ആദ്യഘട്ടമാണ് എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഇതൊരു അജണ്ടയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ മുഖ്യമന്ത്രി വ്യഗ്രത കാണിച്ച് ഇടതുപക്ഷത്തിലെ മുന്നണിയിലുള്ള CPIയെ പോലും വിശ്വാസത്തിലെടുക്കാതെ മുഖ്യമന്ത്രി ഇത്തരമൊരു വ്യഗ്രത കാണിക്കുന്നത് RSSന് വേണ്ടിയാണ്, പ്രധാനമന്ത്രിക്ക് വേണ്ടിയാണ്. അല്ലായിരുന്നുവെങ്കിൽ ഇതിലെ ഭവിഷ്യത്തുകളെ കുറിച്ച് CPI എങ്കിലും ബോധിപ്പിക്കാൻ അവർക്ക് സാധിക്കുമായിരുന്നു. ഈ സമയം വരെ സാധിച്ചിട്ടില്ല എന്നതാണ് എന്റെയും ബോധ്യം. മറ്റ് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ഇപ്പൊ നമുക്കറിയാം, ദേശീയ വിദ്യാഭ്യാസ നയമൊന്നും NEP റിസർവേഷനെ കുറിച്ച് പറയുന്നില്ല. നമുക്കറിയാം, നമ്മളുടെ നാട്ടിൽ ഒരുപാട് അത് പഠിക്കുന്ന കുട്ടികളാണെങ്കിലും പഠിപ്പിക്കുന്ന അധ്യാപകരാണെങ്കിലും മറ്റ് ഫീസൊക്കെ ആണെങ്കിലും ഒക്കെ ചില റിസർവേഷനുകൾ ഉണ്ടായിരുന്നു. NEP ഒരു റിസർവേഷനെ കുറിച്ചും പറയുന്നില്ല. NEPയുടെ പകർപ്പായി PM ശ്രീ മാറുമ്പോൾ അതും റിസർവേഷനെ കുറിച്ച് പറയുന്നില്ല. ആകെ മൊത്തം ഒരുപാട് അപകടം വിളിച്ചു വരുത്തുന്ന ഒന്നായി ഇത് മാറുകയാണ്. അതുകൊണ്ട് ഇപ്പോ PM ശ്രീ സ്കൂളിന്റെ മുമ്പിൽ വെക്കേണ്ട ബോർഡ് ദിസ് സ്കൂൾ അണ്ടർ PM ശ്രീ പ്രോജക്ട് എന്നായിരിക്കില്ല, ദിസ് സ്കൂൾ അണ്ടർ PV ഡീൽ എന്നായിരിക്കും. ഈ സ്കൂള് PV ഡീലായിരിക്കും, പിണറായി വിജയന്റെ ഡീലിന് കീഴിലാണ് എന്നാണ് ഇനി നമ്മൾക്ക് പറയേണ്ടി വരിക. അതുകൊണ്ട് PM ശ്രീ എന്ന ബോർഡ് ആയിരിക്കില്ല വെക്കേണ്ടി വരിക, PV ഡീലാണ് എന്നുള്ള ബോർഡ് നമ്മൾക്ക് വെക്കേണ്ടി വരും. ഇത് അത്യന്തം അപകടകരമായിട്ടുള്ള അവസ്ഥയാണ്. ഇതിനെതിരെയുള്ള പോരാട്ടം യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകും. അതോടൊപ്പം തന്നെ കേരളത്തിന്റെ പൊതുസമൂഹവും
ഈ കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള തിരിച്ചറിവുണ്ടായി. ഇത് തിരിച്ചറിയാൻ തയ്യാറാകണമെന്ന് കൂടി സൂചിപ്പിക്കുകയാണ്. ഈ രാജസ്ഥാനിലും 2022 അശോക് ഗെഹ്ലോട്ട് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് ഈ പദ്ധതിയിൽ ഒപ്പുവെക്കുന്നത്. പരമാവധി സ്കൂളുകളെ 402 സ്കൂളുകൾ അതിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ ഏതെങ്കിലും ഡീൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊരു ആരോപണം നിങ്ങൾക്കുണ്ടോ? രണ്ട് കാര്യം പറയാം. അപ്പൊ നിങ്ങൾ ആദ്യം ഇപ്പം രാജസ്ഥാൻ മാത്രമേ ഉള്ളല്ലോ. മുൻപ് കൈരളിയുടെ ഫസ്റ്റ് കാർഡ് തെലങ്കാന, അതെ ഞാൻ പറയാം, തെലങ്കാന, കർണാടക, ഹിമാചൽ പ്രദേശ്, അതിന്റെ വസ്തുതകളും ഡേറ്റുകളും ഉൾപ്പെടെ പുറത്തു വന്നപ്പോ പിന്നീട് അതിനെപ്പറ്റി ചോദ്യമില്ല. ഞങ്ങൾ ആ തെലങ്കാനയിലും കർണാടകയിലും ഉണ്ടെങ്കിലും ഈ ഡീലിൽ ഒപ്പുവെച്ച ഒരു പ്രശ്നമുണ്ട്. MOU സൈൻ ചെയ്ത് കഴിഞ്ഞാൽ സംസ്ഥാനങ്ങൾക്ക് പിന്മാറാൻ സാധിക്കില്ല. MOU സൈൻ ചെയ്ത് കഴിഞ്ഞാൽ സംസ്ഥാനങ്ങൾക്ക് മാറാൻ വേണ്ടി സാധിക്കില്ല. എന്നാൽ അവിടെ കർണാടക ഒരു ബദലുണ്ടാക്കി. കർണാടക സ്റ്റേറ്റിന്റെ ഒരു വിദ്യാഭ്യാസ കമ്മീഷനെ വെച്ചിരിക്കുന്നു. ഇതിനെ തൃണവൽക്കരിച്ച് ഇതിനെ എങ്ങനെയാണ് മാറ്റി മറ്റൊരു നടപടിയിലേക്ക് പോകാമെന്നുള്ള തീരുമാനത്തിന്റെ ഭാഗമായി സിദ്ധരാമയ്യ ഗവൺമെന്റ് ഒരു കമ്മീഷനെ വെച്ച് സ്വന്തം നയം, ഇപ്പൊ തമിഴ്നാട്ടിൽ സ്വീകരിച്ച പോലെ കർണാടകയിലും നയം സ്വീകരിക്കാൻ പോകുന്നു. തെലങ്കാനയിലും സമാനമായി, ഹിമാചലിലും സമാനമായി നയങ്ങൾ സ്വീകരിക്കുന്നു. രാജസ്ഥാൻ, നമുക്കറിയാം, നമ്മളുടെ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം അത്രമേൽ ഉന്നതിയിലേക്ക് പോയത് കേവലം ഞാൻ നേരത്തെ സൂചിപ്പിച്ച കേരള രൂപീകരണത്തിനിപ്പുറത്തെ ഭരണകൂടങ്ങളുടെ ഇടപെടൽ കൊണ്ട് മാത്രമല്ല. അതിനു മുൻപ് മിഷണറിമാർ, രാജ ഭരണകൂടങ്ങൾ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നപ്പോൾ നമ്മളുടെ മത സാമുദായിക സംഘടനകൾ, ഇവരുടെ എല്ലാം കലക്റ്റീവ് ലീഡർഷിപ്പിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ കേരളത്തിന് ഒരുപാട് മേന്മ വിദ്യാഭ്യാസത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചത്. ഒരുപക്ഷെ രാജസ്ഥാനിൽ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ചെയ്തു എന്ന് പറയേണ്ടത് ആ അന്നത്തെ ഭരണകൂടമാണ്. ഞങ്ങൾ അതിനെ ന്യായീകരിക്കുന്നില്ല. ഞങ്ങൾ ന്യായീകരിക്കുന്നില്ല. ഇപ്പൊ രാജസ്ഥാനിൽ ഒരു തെറ്റ് പറ്റിയെന്ന് വിചാരിച്ചാൽ അതേ തെറ്റ് കേരളത്തിൽ ചെയ്യുമ്പോ കൈയടിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. സ്വാഭാവികമായിട്ട് അത് പറയേണ്ടത് അന്നത്തെ ഭരണകൂടമാണ്. ഏത് കോണ്ടസ്റ്റിലാണ് അത്? ഞാൻ ഇതുവരെ ആ MOU കണ്ടിട്ടില്ല. ഞാൻ ഇന്നും അല്ല, ഞാൻ പറയുന്നു, ഞാനിപ്പോ എന്റെ കയ്യിൽ ഒരു വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട്. ഞാൻ കേരള വിദ്യാർത്ഥി യൂണിയന്റെ സംസ്ഥാന അധ്യക്ഷനായിരിക്കുമ്പോഴാണ് NEP വരുന്നത്. രാജ്യത്ത് ഒരു വിദ്യാർത്ഥി സംഘടന NEPയെ പഠിക്കാൻ ഒരു കമ്മിറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അഭിമാനത്തോടെ പറയുന്നത് ഞങ്ങളുടെ കാലത്താണ്. പറയട്ടെ, അന്നൊരു കമ്മിറ്റി വെച്ച് മുൻ VC-മാരും രജിസ്ട്രാർമാരും ഉൾപ്പെടെയുള്ള ഒരു ടീമിനെ വെച്ച് ഞങ്ങൾ ദേശീയ വിദ്യാഭ്യാസ നയത്തെ കുറിച്ച് പഠിച്ചപ്പോ ഇത് വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ കേവലം ഒരു കല്ല് കഷ്ണം മാത്രമാണ് എന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്കുണ്ടായിരുന്നു. അന്ന് തൊട്ട് വിദ്യാഭ്യാസ നയത്തിന്റെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള സ്റ്റാൻഡാണ് ഞങ്ങൾ. അവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കേരളം ഒരുപാട് മുൻപന്തിയിലാണ്. അത് ഇന്ന് ഭരണകൂടങ്ങളുടെ മാത്രം മികവ് കൊണ്ടല്ല, എല്ലാ പശ്ചാത്തലങ്ങൾ കൊണ്ടും കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗം മുൻപന്തിയിലാണ്. അതും രാജസ്ഥാനും തമ്മിൽ താരതമ്യം ചെയ്യണമോ, ഞാൻ ഇവിടുത്തെ കാര്യം ഇപ്പൊ സൂചിപ്പിക്കണമോ എന്നുള്ളതാണ് എന്റെ വേർഷൻ. രാജസ്ഥാനിൽ അത് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ മറുപടി അവർ പറയട്ടെ. ഞങ്ങൾ അതിനെ ന്യായീകരിക്കുന്നില്ല എന്ന് വിചാരിച്ച് ഇന്ന് മുഖ്യമന്ത്രിയുടെ 2 മക്കളും ജയിലിൽ പോകാതിരിക്കാൻ കേരളത്തെ അടിയറ വെക്കും, അതും മിണ്ടാതിരിക്കണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. അന്നത്തെ രാജസ്ഥാനിലെ സാഹചര്യം എന്താണെന്ന് അത് അവർ വ്യക്തമാക്കട്ടെ. ഞാനിപ്പോ ഇന്ന് രാവിലെ രാജസ്ഥാനിലെ MLA-യോട് സംസാരിച്ചു. ഞാൻ അദ്ദേഹത്തെ വിളിച്ച് ഇങ്ങനെ ഒരു കാര്യമുണ്ട്, ഇങ്ങനെ നിരന്തരം പറയുന്നുണ്ട്, എനിക്ക് ആ MOU-യുടെ കോപ്പി ഒന്ന് എടുത്തു തരണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ആ MOU കൂടി കൈ കിട്ടിയാൻ ആധികാരികമായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ പറയാം. എന്തായാലും ഇപ്പൊ നിങ്ങൾക്ക് തെലങ്കാനയും കർണാടകയും ഹിമാചലും കോൺഗ്രസ് ആണ് ഒപ്പിട്ടത് എന്ന് നമ്മൾക്ക് കൈരളിക്ക് അവകാശവാദമില്ലല്ലോ. ഞാൻ നോക്കൂ, നിങ്ങളൊരു ഗുരുതരമായ വിഷയത്തെ ഞാൻ പറയുന്ന വീഴ്ചകൾ ഉണ്ടെങ്കിൽ ആ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുക. ഒക്ടോബർ 10-ാം തീയതി എന്തായാലും ഈ പറയുന്ന അന്നത്തെ മുഖ്യമന്ത്രിയുടെ മക്കൾക്കൊരു ED നോട്ടീസ് കിട്ടിയിരുന്നെങ്കിൽ ആ സമയം തന്നെ അത് പുറത്തു വരുമായിരുന്നു. എന്തായാലും അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയുടെ മക്കളൊന്നും ഏതെങ്കിലും കേസിൽ രക്ഷപ്പെടാനുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ മക്കൾ രക്ഷപ്പെടാനുണ്ടോ എന്നുള്ളത് എന്റെ ചോദ്യമല്ല, പൊതുസമൂഹത്തിന്റെ ചോദ്യമാണ്. 2023 ED കൊടുത്ത നോട്ടീസിന് ആ നോട്ടീസ് 2025 ഒരു പ്രമുഖ മാധ്യമം ആ നോട്ടീസ് പുറത്തു കൊണ്ടുവരുന്നത് വരെ അതിനെപ്പറ്റി പറയാൻ ED തയ്യാറായില്ല. രാജ്യത്തെ കേന്ദ്ര അന്വേഷണ സംഘങ്ങൾ തയ്യാറായിട്ടില്ല. ED ഒക്കെ ഒരു നോട്ടീസ് കൊടുത്താൽ, പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കൾക്കോ മക്കൾക്കോ കുടുംബക്കാർക്കോ കൊടുത്താൽ, പിറ്റേ ദിവസം പത്രസമ്മേളനം നടത്തി പറഞ്ഞിരുന്ന EDയെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കേസിൽ പറയാൻ നമ്മൾ കണ്ടില്ല എന്നതാണ് എന്റെ വേർഷൻ. അവരെല്ലാം മണിക്കൂറുകൾ അന്വേഷണ ഏജൻസികളുടെ മുൻപാകെ പോയി കള്ളക്കേസുകളുടെ മുൻപിൽ. ഞാൻ പറയുന്നു, നിങ്ങൾ ഇനി സോണിയാഗാന്ധി അവരുടെ ഈ പ്രായത്തിലും ആരോഗ്യാവസ്ഥയിലും, രാഹുൽ ഗാന്ധി ആവട്ടെ, സോണിയാഗാന്ധി ആവട്ടെ, കോൺഗ്രസിന്റെ നേതാക്കളാവട്ടെ, ഒരു മടിയുമില്ലാതെ ഒരു ഭയവുമില്ലാതെ
ED അന്വേഷണ സംഘത്തിന്റെ മുൻപാകെ പോകുന്നു, ചോദ്യങ്ങൾ സധൈര്യം നേരിടുന്നു, മാധ്യമങ്ങളോട് സമൂഹത്തോട് അതിനെപ്പറ്റി സംസാരിക്കുന്നു. അതിനെപ്പറ്റി ഞാൻ പറയുന്നു, അതിനെപ്പറ്റി സംസാരിക്കുന്നു. എന്തുകൊണ്ട് അങ്ങനെ രാഷ്ട്രീയ ആയുധമാക്കുകയായിരുന്നെങ്കിൽ ഇതുവരെ ED പോലും അങ്ങനെ ഒരു കാര്യം ED ഇങ്ങനെ കത്ത് കൊടുത്തു എന്ന് പുറത്തു വന്നില്ല. ഇനി പോട്ടെ, അതൊന്നും വേണ്ടെന്നേ. 34 തവണ ഒരു മുഖ്യമന്ത്രിയുടെ പേരിലുള്ള കേസ് മാറ്റിവെക്കാൻ വ്യഗ്രത കൂട്ടുന്ന കേന്ദ്ര ഭരണകൂടത്തെ നമ്മൾ കണ്ടു. ഇവിടുത്തെ അത് നമുക്ക് വിടാം. അത് നമ്മൾക്ക് വിടാം. ഞാൻ പറഞ്ഞത്, ഞാൻ ഇതിന്റെ ഈ ഒരു വിഷയത്തിന്റെ പ്രാധാന്യത്തെ മറ്റ് ചർച്ചകളിലേക്ക് കൊണ്ടുപോകുന്നില്ല. ഞാൻ പറഞ്ഞത് ഗുരുതരമായ വിഷയമാണ്. രാജസ്ഥാനിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മറുപടി പറയുന്നത് നിങ്ങൾ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ഇപ്പോഴും നിങ്ങൾക്ക് വലിയൊരു ടീം രാജസ്ഥാനിലുണ്ട്, ഡൽഹിയിലുണ്ട്, എല്ലായിടങ്ങളിലും നിങ്ങൾ ചോദിക്കണം എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്. എന്നാൽ അതിനെ ഞാൻ ന്യായീകരിക്കുന്നില്ല. ഏതെങ്കിലും രീതിയിൽ അങ്ങനെ MOU ഒപ്പുവെച്ചിട്ടുണ്ടെങ്കിൽ ന്യായീകരിക്കുന്നില്ല എന്നതാണ് എന്റെ വേർഷൻ. സ്വാഭാവികമായിട്ട് നമുക്കറിയാലോ, ഒരു MOU അത് ഒപ്പിടുന്നതിന് മുൻപ് അവർക്കറിയാം ഒപ്പിട്ട് കഴിഞ്ഞാൽ 5 വർഷം 2027 വരെ മാറ്റങ്ങൾ വരുത്താൻ പാടില്ല. ഇനി ഇതിൽ എന്തെങ്കിലും പുതിയ ക്ലോസ് വെച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. ഇനി ഇവർക്ക് കേരളത്തിന് മാത്രം ഒരു ക്ലോസ് വെച്ചുകൊണ്ടാണ് പുതിയ MOU ഉണ്ടാക്കിയെന്ന് അറിയുന്നത്. നമ്മളുടെ ഒറ്റ വായനയിൽ ഒരു ക്ലോസും കാണുന്നില്ല. ഇത് 5 വർഷം കഴിയാതെ അത് പിൻവലിക്കാൻ കഴിയുമെന്നും തോന്നുന്നില്ല. അപ്പൊ അത് അറിഞ്ഞുകൊണ്ടാവുമല്ലോ. ഇപ്പം ഇത് ഒപ്പിടാൻ പോയ വിദ്യാഭ്യാസ മേഖലയിലെ ഉത്തരവാദിത്തപ്പെട്ട ഓഫീസർമാർ ബഹുമാനപ്പെട്ട മന്ത്രിയോടും മുഖ്യമന്ത്രിയോടും ഇതൊക്കെ പറഞ്ഞിട്ടാകുമല്ലോ ഒപ്പിട്ടത്. അപ്പൊ അത് പറയേണ്ടത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി ഒളിച്ചോടാതെ മറുപടി കൊടുക്കട്ടെ. എന്തുകൊണ്ട് ഒപ്പിട്ടു, എന്തിനു വേണ്ടി ഒപ്പിട്ടു, അത് മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രിയാണ്. ഇപ്പൊ നമ്മളുടെ പല സ്കൂളുകളും നിങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ, ഇപ്പം വിദ്യാഭാരതിയെ പോലുള്ള പല സ്ഥാപനങ്ങളും ഇപ്പോഴും നമ്മളുടെയൊക്കെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം ഇടക്കാലത്ത് ഗുരുപൂജ ചെയ്യുന്നതും ഒക്കെയുള്ള ചിത്രങ്ങളൊക്കെ നമ്മൾ ചില ഇടങ്ങളിൽ കണ്ടു. അതിന് വിവാദമായിട്ടുള്ള വിഷയങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമുക്കൊന്നിനെ ഇപ്പം പേടിയില്ല. ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞ് നമ്മൾ പറഞ്ഞിട്ടും കാര്യമില്ല. രാജ്യത്ത് RSS നടപ്പിലാക്കുന്നത്, ഇവരിപ്പം പറയുന്നത് PM ശ്രീ പദ്ധതി. ഞാൻ മനസ്സിലാക്കുന്നത് ഏതാണ്ട് 10 ലക്ഷത്തോളം വരുന്ന അധ്യാപകരുടെ വേക്കൻസിയാണ് ഈ രാജ്യത്ത്. ഏതാണ്ട് 15,000-ൽ പരം വരുന്ന സ്കൂളുകൾ അടച്ചുപൂട്ടി ഈ അടുത്ത കാലങ്ങളിലായി. ഇത് പറഞ്ഞത് കേന്ദ്രമന്ത്രിയാണ്, ഈ രാജ്യത്തിന്റെ പാർലമെന്റിലാണ്. അത്രത്തോളം വിദ്യാഭ്യാസ മേഖലയോട് മുഖം തിരിച്ചു നിൽക്കുന്ന സമീപനം നിലവിലുണ്ട്. പക്ഷേ NGOസിനെ കൂട്ട് ചെയ്യാൻ, അവരുടെ ഇപ്പൊ ബിൽഡിംഗ് ഉണ്ടാക്കുക എന്നതല്ലല്ലോ പറയുന്നത്. ബിൽഡിംഗ് ഉണ്ടാക്കി കൊടുക്കുന്ന ഞങ്ങൾക്ക് തർക്കമില്ല. നിങ്ങൾ അതിൽ തന്നെ ഇതായി ക്ലോസ് എന്താ പറയുന്നത്, ബിൽഡിങ്ങോ അതുമായി ബന്ധപ്പെട്ട അനുബന്ധ കാര്യങ്ങളോ അല്ല. കുട്ടികളുടെ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ പഠന ബോധന വിഷയങ്ങളിൽ NGOസിന് ഇടപെടാമെന്ന് കൃത്യമായിട്ട് പറഞ്ഞു വെക്കുക. ഇപ്പോ ഫാസിൽ ഷബാന ഫൗണ്ടേഷൻ സിലബസ് തീരുമാനിക്കാൻ, കരിക്കുലം ഉണ്ടാക്കാൻ അവരുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നാളുകളിൽ അത്തരം NGOസിന്, അത്തരം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതായിരിക്കില്ല, അതിനേക്കാൾ ഭീകരമായ NGOs ഈ രാജ്യത്തുണ്ട്. അവർ കടന്നു വരും, അവർ തീരുമാനിക്കും. ആ സമയത്ത് അന്ന് നമ്മൾ അതിനെ എതിർത്തില്ലല്ലോ എന്ന് പറഞ്ഞ് വിലപിച്ചിട്ട് കാര്യം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. തിരുവനന്തപുരം അല്ല, ഇവിടെ വാദി പ്രതിയാകുന്ന സാഹചര്യം ഇപ്പൊ കഴിഞ്ഞ കുറെ നാളുകളായി കാണാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് ശ്രീ ഷാഫി പറമ്പിലി MP-ക്കെതിരെ വ്യാജ കാഫർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി. എന്തെങ്കിലും നടപടി നമ്മൾ കണ്ടോ? അദ്ദേഹത്തിനെ ആക്രമിച്ചു, ഇതുവരെ ഒരു പോലീസ് നടപടിയും കണ്ടില്ല. അതേപോലെ പക്ഷെ CPM നേതാക്കൾക്കെതിരെ ചെറിയൊരു ആരോപണം വന്നാൽ വലിയ നടപടിയാണ്. അത് നമ്മളൊക്കെ അതിൽ എന്താ പറയുക, അനുഭവസ്ഥരാണ്. അപ്പൊ എന്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷം എനിക്കെതിരെ വലിയൊരു പ്രചരണം ഉണ്ടായിരുന്നു. അത് അന്നത്തെ ആളുകൾക്ക് അറിയാം. അപ്പൊ ഞാനൊരു പരാതി കൊടുത്തിരുന്നു. പിന്നീട് ആ പരാതിയൊക്കെ എവിടെ പോയി എന്ന് കമ്മീഷണർ ഓഫീസിൽ 2 തവണ ഞാൻ ബന്ധപ്പെട്ടു. പിന്നെ ഞാനത് സംസാരിച്ച് അവസാനിപ്പിച്ചതാണ്. ഈ ഭരണകൂടം വന്നതിന് ശേഷം അവർക്ക് ഇഷ്ടമുള്ള ആളുകൾക്കല്ലാതെ ആർക്കാണ് നീതി കിട്ടുന്നത്? ഇപ്പൊ ഇന്ന് അഭിലാഷ് ഡേവിഡ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥന്റെ എല്ലാ ട്രാക്ക് റെക്കോർഡും വെച്ച്, അദ്ദേഹത്തിന്റെ വിഷ്വൽ വെച്ച്, അക്രമം കാണിച്ചത് വെച്ച് ഇവിടെ ഒരു പ്രസ് മീറ്റ് നടത്തി, പരാതി കൊടുത്തു. DGPക്ക് ഉൾപ്പെടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ പരാതി കൊടുത്തു, നടപടിയില്ല. എന്നാലോ അവിടെ ആക്രമിച്ച ആള് ഞാൻ നടപടിയായി പോകുമ്പോ ശരി, സർക്കാരും ആഭ്യന്തര വകുപ്പും കൂടെയുണ്ട് എന്ന മെസ്സേജാണ്. അതൊക്കെ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കാണാം. അത്രമാത്രം അതിനെപ്പറ്റി പറയുന്നു.
ജില്ലയിലെ യൂത്ത് കോൺഗ്രസിന്റെ സമരങ്ങൾക്ക് അല്ലെങ്കിൽ ഇടപെടലുകൾക്ക് ഒരു വേഗക്കുറവുണ്ടോ? പല മേഖലകളിലും സമരരംഗത്ത് ഡിവൈഎഫ്ഐ അത്ര പോലും യൂത്ത് കോൺഗ്രസിനെ കാണാത്തൊരു സാഹചര്യം. ഫ്രഷ് കട്ട് നടത്തുന്നു, ഇത്ര ജനകീയമായ ഒരു സമരം നടത്തുന്നു, അത്ര വലിയൊരു നാട്ടുകാരെ വലിയൊരു ട്രോമയിൽ നിൽക്കുന്നു. അവിടെ ഒന്നും കാണുന്നില്ല. യൂത്ത് കോൺഗ്രസിനെ എവിടെയും കാണുന്നില്ല. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി വൈശാൽ കലാട്ട് ഉൾപ്പെടെ എന്റെ കൂടെ പ്രസ് മീറ്റിൽ ഇരിക്കുകയാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം ഫ്രഷ് കട്ടിന്റെ വിഷയത്തിലും ജില്ലാ കമ്മിറ്റി കൂടുകയും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് എന്തായാലും ഉള്ള ഇടപെടലുണ്ടാവും. ഞാൻ ഫ്രഷ് കട്ട് ആ വിഷയം ഇപ്പൊ ഇന്നത്തെ മലയാള മനോരമയിലെ 1-ാം പേജിലെ വാർത്ത ആ ഫ്രഷ് കട്ടിന് ശേഷം ഉണ്ടായിട്ടുള്ള സംഭവങ്ങളാണ്. അവിടെ സ്കൂളിൽ 60 കുട്ടികളുള്ള ക്ലാസ്സിൽ 5 കുട്ടികൾ പോലും കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എത്തുന്നില്ല. ഫ്രഷ് കട്ട് എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഒരു നാടിനുണ്ടാക്കുന്ന അവിടുത്തെ ജലത്തെ, അവിടുത്തെ വായുവിനെ, അവിടുത്തെ മണ്ണിനെ ഒക്കെ കവർന്നെടുക്കുന്ന കാഴ്ച ഒരു ഭാഗത്തുണ്ട്. അവിടെ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. സാഹചര്യം വളരെ മോശമാണ്. അതോടൊപ്പം അന്ന് നടന്ന അക്രമം, ഞങ്ങൾ ഒരു അക്രമങ്ങളെയും ന്യായീകരിക്കുന്നില്ല. പക്ഷേ അക്രമത്തിന്റെ പേരിൽ പോലീസിന്റെ നടപടി അതെല്ലാവരെയും വേട്ടയാടുന്ന പോലെയാണ്. അപ്പൊ അക്രമം ചെയ്ത ആളുകളെ തിരിച്ചറിഞ്ഞ നടപടി എന്നതിനപ്പുറത്തേക്ക് സമരസമിതിയുമായി ബന്ധപ്പെട്ട ആളുകളെ പോലും ഇനി നാട്ടിൽ ഇറങ്ങാൻ സമ്മതിക്കില്ല എന്ന അവസ്ഥയിലുള്ള നടപടിയൊക്കെ ഉണ്ട്. പോലീസ് അത് തിരുത്തണം. അവിടെ എന്താണോ ജനങ്ങൾക്ക് ജീവിക്കാൻ, അവിടെ കക്ഷി രാഷ്ട്രീയമില്ലല്ലോ. അവിടെ CPM-ഓ BJP-യോ കോൺഗ്രസോ ലീഗോ എന്നതല്ല, എല്ലാ ജനങ്ങളുമുണ്ട്. നമ്മൾ അവിടേക്ക് പോയാൽ നമ്മൾക്ക് മൂക്ക് പൊത്താതെ അതുവഴി പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. അപ്പൊ അതൊരു ജനകീയ വിഷയമാണ്. ആ ജനകീയ വിഷയത്തിൽ കോൺഗ്രസിന്റെ ഇടപെടൽ ബഹുമാനപ്പെട്ട DCC പ്രസിഡന്റും MP ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ന് കളക്ടറേറ്റിൽ ആ യോഗമാണ്. യൂത്ത് കോൺഗ്രസ് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട സംഘടനാ രീതിയിലേക്ക് യൂത്ത് കോൺഗ്രസും മുമ്പോട്ട് പോകും, സമരങ്ങളുമായി പോകും. കോൺഗ്രസിലെ ചില നേതാക്കൾക്ക് ഫ്രഷ് കട്ടുമായിട്ട് അടുത്ത് ബന്ധമുണ്ട്. അതുകൊണ്ടാണ് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് സമരരംഗത്ത് ഇല്ലാത്തൊരു ആരോപണമുണ്ട്. ആരോപണങ്ങൾ നേരത്തെ ഡയറക്ടറായിട്ട് സിദ്ദിഖിന്റെ വൈഫ് ഉണ്ടായിരുന്നുള്ള രേഖകളോടുകൂടി തെളിഞ്ഞാണ്. ഈയിടെയാണ് അത് മാറിയത്. മുൻപ് KM ഷാജിന്റെയും ഇതേപോലെ തന്നെ പറഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ടൊരു സോഫ്റ്റ് കോർണർ നേരത്തെ തന്നെ ആ സമരം 5 കൊല്ലമായല്ലോ. അപ്പം അഭിജിത്ത് സിൻസിയറായിട്ട് അതിൽ അപ്രോച്ച് ചെയ്യുന്നുണ്ടാവും. പക്ഷെ പല നേതാക്കളുടെയും ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ള സമീപനം കണ്ടില്ല. അല്ല, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ, ബഹുമാനപ്പെട്ട MP, അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർ എല്ലാവരും ആ സമരത്തിന്റെ ഭാഗമായിട്ടുണ്ട്. ഇങ്ങനെയൊരു ആരോപണം ഞങ്ങളുടെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. സ്വാഭാവികമായിട്ട് അങ്ങനെയൊരു ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് സിദ്ദിഖ് ഉൾപ്പെടെയുള്ള ആളുകൾ ആ ജനങ്ങൾക്കൊപ്പമാണ്, അവിടെയുള്ള പ്രയാസം അനുഭവിക്കുന്ന ആളുകളുടെ കൂടെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ഏതെങ്കിലും 1-2 ആളുകളല്ല. നോക്ക്, നിങ്ങൾ ഒരു ഭരണകൂടമാകെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ ലോബിയും ഒന്നിച്ച് ആ ഫ്രഷ് കട്ടിനൊപ്പമാണ് എന്ന് തോന്നുന്ന നടപടികളാണ് പലപ്പോഴും കാണുന്നത്. കാരണം വലിയ ജനകീയ വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴും ആ ജനങ്ങളോട് മുഖം തിരിഞ്ഞു നിന്ന് ചില സ്ഥാപനത്തോട് മറ്റെവിടെയും കാണാത്ത പോലെ ചില സ്ഥാപനങ്ങളെ ചേർത്ത് പിടിക്കുന്ന കാഴ്ച അധികാരികളിൽ നിന്ന് കാണുന്നുണ്ട്. സ്വാഭാവികമായിട്ട് അതൊക്കെ ചില മാറ്റങ്ങൾക്ക് വിധേയമാകേണ്ടതുണ്ട്. അല്ലാതെ നേതാക്കൾ, കോൺഗ്രസിന്റെ നേതാക്കൾ എല്ലാവരും, കോൺഗ്രസിന്റെയോ UDF-ന്റെയോ ലീഗിന്റെയോ ഉൾപ്പെടെ എല്ലാ നേതാക്കളും ഒന്നിച്ച് ഒറ്റക്കെട്ടായി ആ ജനങ്ങൾക്കൊപ്പം തന്നെയാണ് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. എന്തായാലും യൂത്ത് കോൺഗ്രസിന്റെ അതുമായി ബന്ധപ്പെട്ട സമരങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകും. ഇന്നത്തെ സർവകക്ഷിയോഗത്തിലേക്ക് പ്രാദേശികമായിട്ട് ജനപ്രതിനിധികളോ സമരസമിതി ഭാരവാഹികളോ ക്ഷണിച്ചിട്ടില്ല. അത് സ്വാഭാവികമായിട്ടും മറുപടി പറയേണ്ടത് കളക്ടറാണല്ലോ. എന്തുകൊണ്ട് വിളിച്ചിട്ടില്ല എന്നിപ്പോ എന്തായാലും ഇന്ന് DCC പ്രസിഡന്റും അതേപോലെ MP-യും ലീഗിന്റെ പ്രസിഡന്റും ബഹുമാനപ്പെട്ട CPM നേതാക്കളും ബഹുമാനപ്പെട്ട മറ്റ് രാഷ്ട്രീയ സംഘടനാ ജില്ലാ നേതാക്കൾ പോകുമ്പോൾ അവരാ ജനങ്ങളുടെ ഒരു വികാരത്തെ അവർ ചൂണ്ടിക്കാണിക്കില്ല. അവിടെ എന്തായാലും അതിന് നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കും. കോൺഗ്രസ് ക്യാമ്പിൽ DYFI നേതാവാണ് അതിനകത്ത് പ്രധാന പ്രതികളുള്ളവരാണ്. അതിൽ പോലും ഒരു പ്രതിപക്ഷ സംഘടനയുടെ ആളുകൾ ഉൾപ്പെടുന്നില്ല, അല്ലെങ്കിൽ അവരൊരു അഗ്രസീവ് സമരത്തിലേക്ക്. അല്ലല്ല, അവിടെ ലീഗിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ ഇപ്പൊ പറഞ്ഞ പോലെ DYFI-യുടെ നേതാവ് അവിടെ ആ ദിവസങ്ങളിലാണ് സമരത്തിലുണ്ടായത്. അതിന്റെ കുറെ മാസങ്ങൾക്ക് മുമ്പേ ആ സമരമുണ്ട്. ആ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന പ്രാദേശികമായിട്ടുള്ള ലീഗിന്റെയും കോൺഗ്രസിന്റെയും CPM-ന്റെയും രാഷ്ട്രീയമുള്ളവരുടെയും ഇല്ലാത്തവരുടെയും ഒക്കെ പ്രതിനിധികളാണ്, ജനങ്ങളാണ്. അവിടെ എല്ലാവരും ഉണ്ട്. അപ്പൊ അതിൽ DYFI പ്രവർത്തകർ മാത്രമല്ല പ്രതികൾ, എല്ലാവരും പ്രതികളാണ്. അവിടെ എല്ലാവരും, അത് ജനകീയ സമരമാണ്. ആ ജനകീയ സമരത്തിന് ഏതെങ്കിലും രീതിയിൽ ഈ പറഞ്ഞ പോലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഇപ്പം ഇഷ്യൂ ഉണ്ടായതിനു ശേഷം നേതാക്കളുടെ എല്ലാം സാന്നിധ്യമുണ്ട്. അത് കുറച്ചുകൂടി ഗൗരവത്തിൽ അവർ ഏറ്റെടുക്കുമെന്നാണ് എന്റെ പ്രതീക്ഷ. അതിനുവേണ്ടി ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ ശബ്ദം നേതാക്കളുടെ മുൻപിൽ അവതരിപ്പിക്കും. അത് ആ താമരശ്ശേരിയിലെ ജനങ്ങളെ ഒറ്റയ്ക്ക് വിടാനോ അവരുടെ ഈ ഒരു പ്രയാസത്തിൽ, പ്രതിസന്ധിയിൽ അവരെ തള്ളി പറയാനോ ഞങ്ങളില്ല. അവിടെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഒരു സ്ഥാപനം കൊണ്ട്. ആ സ്ഥാപനം തിരുത്തണം. അവര് സ്വാഭാവികമായിട്ട് അധികാരവർഗം അവിടെ പോയി കൃത്യമായ പരിശോധന നടത്തി, വെറുതെ അവിടേക്ക് നമ്മൾക്ക് പോയാൽ അറിയാം സ്ഥലം മാലിന്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു.
അത് അധികാരികൾ നടപടിയെടുക്കണ്ടേ? നടപടിയെടുക്കുന്നില്ലെങ്കിൽ ആ അധികാരികൾക്ക് അതിലെന്തോ താല്പര്യമുണ്ടോ? അങ്ങനെ അവരിൽ നിന്ന് എന്തെങ്കിലും വാങ്ങി ആ ജനങ്ങളെ, അതായത് സ്ഥാപനത്തിൽ നിന്ന് എന്തെങ്കിലും വാങ്ങി ജനങ്ങളെ ഒറ്റുകൊടുക്കാനാണ് അവിടുത്തെ അധികാരികൾ ശ്രമിക്കുന്നതെങ്കിൽ, ഇത് രാഷ്ട്രീയമല്ല, അധികാരികൾ ശ്രമിക്കുന്നതെങ്കിൽ അവരെ തുറന്നു കാണിക്കാനും അവർക്കെതിരെ കൂടി സമരം ശക്തമാക്കാൻ യൂത്ത് കോൺഗ്രസ് മുൻപന്തിയിൽ ഉണ്ടാകും. മറ്റൊന്ന്, ഈ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ സെക്രട്ടറി എന്ന രീതിയിലാണ് ചോദിക്കുന്നത്. സ്വാഭാവികമായും കായിക രംഗത്ത് വലിയ വിവാദം മെസ്സിയുടെ വരവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുകയാണ്. അതിനകത്ത് ആകെ കോൺഗ്രസിൽ നിന്ന് പ്രതികരിച്ചത് പോലുള്ള ആളുകൾ മാത്രമാണ്. ഈ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് മറ്റ് ഈ കായിക രംഗത്തൊക്കെ ഇടപെട്ട സംഘടനയാണ് യൂത്ത് കോൺഗ്രസ്. ഒന്ന്, ഇന്നലെയും മെനയാന്നുമായി ഞങ്ങളെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് പോലും അസഹിഷ്ണുതയോടെ പെരുമാറുന്ന കായിക മന്ത്രി നമ്മൾ കാണുക. ഇതേ കായിക മന്ത്രിയാണ് കേരളത്തിലേക്ക് മെസ്സി വരുമെന്ന് ആദ്യം പ്രഖ്യാപിച്ചത്. അതിനുശേഷമാണ് കേരളത്തിലെ ഒരു സ്പോൺസർ മെസ്സി വരുമെന്ന് എല്ലാവരോടും പറഞ്ഞത്. നമ്മളെല്ലാവരും, ഇപ്പോ ഞാൻ ഉൾപ്പെടെ നമ്മൾ ഓരോരുത്തരും മെസ്സിയുടെ വരവിൽ സന്തോഷം കൊള്ളുന്ന ആളുകളാണ്. മെസ്സി വന്നാൽ അത്രത്തോളം ഇരുകൈ നീട്ടി അതിനെ അങ്ങോട്ട് പോകാനും കാണാനും ഒക്കെ നമ്മൾ തയ്യാറാകും. പക്ഷേ ഇവിടെ നടക്കുന്നത് എന്താ? ആദ്യം മെസ്സി വരുമെന്ന് പറയുന്നു, പിന്നെ വരില്ലെന്ന് പറയുന്നു, പിന്നെയും വരുമെന്ന് പറയുന്നു, പിന്നെയും വരില്ല, ഒടുവിൽ വരും. ഇതൊരു ആളുകളുടെ വൈകാരികതയെ ചൂഷണം ചെയ്യാണ്. അപ്പൊ ഇതാരാണ്? സർക്കാർ സ്പോൺസേഡ് തട്ടിപ്പാണോ നടക്കുന്നത് എന്ന് അവിടെ മറുപടി പറയേണ്ടത് ആരാ? സർക്കാരല്ലേ. ഇപ്പോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി രണ്ടാമതും അധികാരമേൽക്കുമ്പോ അവതാരങ്ങൾ ഉണ്ടാകില്ല എന്ന് പറഞ്ഞത്. ഇപ്പൊ അവതാരങ്ങളാണ് നിറയെ. ശബരിമലയിൽ പോറ്റിയാണെങ്കിൽ ഇപ്പുറത്ത് മെസ്സിയുമായി ബന്ധപ്പെട്ട് ആൻഡോ ചേട്ടനാണ്, അല്ലെ? ഒരു ഭാഗത്ത് അല്ലെങ്കിൽ അവർ പറയണ്ടേ എന്തുകൊണ്ട് ഇത് ഇങ്ങനെ ഒരു വൈകാരികതയിൽ ആളുകളെ ബുദ്ധിമുട്ടിച്ച് അല്ലെങ്കിൽ ഞാൻ ചോദിക്കാം, ഇപ്പൊ EMS സ്റ്റേഡിയം ഉണ്ട് കോഴിക്കോട്. നമ്മളിവിടെ ഇരിക്കുന്ന ഒരാൾ, ഞാൻ പറയാണ്, ഞാൻ നാളെ അതെടുത്ത് നന്നാക്കാം, ഞാൻ നാളെ മെസ്സിയെ ഞാൻ കൊണ്ടുവരാം, അല്ലെങ്കിൽ നെയ്മറിനെ കൊണ്ടുവരാം, ഞാനത് നന്നാക്കാം എന്ന് പറഞ്ഞ് ഞാനങ്ങ് പോയാൽ എനിക്കിത് അനുവദിച്ചു തരുമോ? സർക്കാരിന്റെ പെർമിഷൻ വേണ്ടേ? ഇനി സർക്കാർ പെർമിഷൻ വാങ്ങുന്നതിന് മുൻപ് ഇന്നിപ്പോ ഫുട്ബോൾ ഫെഡറേഷൻ പറഞ്ഞു അവരറിഞ്ഞിട്ടില്ലായിരുന്നു. സർക്കാരിന് എന്തെങ്കിലും ഉറപ്പ് ലഭിക്കാതെ എന്ത് അടിസ്ഥാനത്തിലാണ് സർക്കാർ ഈ രീതിയിൽ ഒരു സ്റ്റേഡിയം ഒന്നാകെ എടുത്ത് സ്പോൺസർ കൊടുക്കുന്നത്? അവിടെ ഷെയ്ഡി ഇടപാടുകൾ നടന്നിട്ടുണ്ട്. പല ഷെയ്ഡി ഇടപാടുകളും നടക്കാതെ ഇങ്ങനെ ഒരു നടപടിക്കൊക്കെ സർക്കാർ കൂട്ടു നിൽക്കുമോ? അല്ലെങ്കിൽ എന്തുകൊണ്ട് മെസ്സി വരുമെന്ന് പറഞ്ഞ മന്ത്രിക്ക് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയാൻ പോലും തയ്യാറാകാതെ അസഹിഷ്ണുത കാണിച്ച മാധ്യമപ്രവർത്തകനോട് നിനക്കുള്ള മറുപടി വേറെ ഭാഷയാണ് എന്നൊക്കെ പറയുമ്പോൾ ആർക്കൊക്കെയോ എന്തൊക്കെയോ ഒളിക്കാനുണ്ട്, എന്തൊക്കെയോ ഇടപാടിൽ ആർക്കൊക്കെയോ ഒന്നിച്ച് പങ്കുണ്ട്. അതൊക്കെ ഇനി പുറത്തു വരിക തന്നെ ചെയ്യും. അത് പുറത്തു വരണമെന്ന് കൂടി ഞങ്ങൾ ആവശ്യപ്പെടും. എന്തായാലും ചെറുപ്പക്കാരുടെ വൈകാരികതയെ ചൂഷണം ചെയ്യുന്ന നടപടി ഇനിയെങ്കിലും അവസാനിപ്പിക്കാൻ സ്പോൺസറും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും സർക്കാരും തയ്യാറാകണമെന്ന് കൂടി ആവശ്യപ്പെടുക.